ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് അച്ചു. പേരുകൊണ്ട് തന്നെ ചെറിയ പേരാണ്. ലാൻഡ്സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഇന്ന് കേരളത്തിലൊരു വലിയ വിഷയമാണ്, ഒരു സാമൂഹ്യ വിഷയമാണ്, ഒരു ശാസ്ത്ര വിഷയമാണ്, ഒരു സാങ്കേതിക വിഷയമാണ്. ഉരുൾപൊട്ടൽ എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് മൂന്നാറിലെ ഉരുൾപൊട്ടലുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ വിഷയം. കുഫോസ് എന്ന് പറയുന്ന സമുദ്ര ഗവേഷണ യൂണിവേഴ്സിറ്റിയിലാണ് ഗവേഷണം ചെയ്യുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെടുത്തി ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അദ്ദേഹം വിവിധ വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവ സമ്പത്തൊക്കെ ഉള്ള ആളാണ്. അച്ചുവിന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അച്ചുവിനോട് വളരെ സ്പെസിഫിക് ഡയറക്റ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഉണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. എല്ലാവരും പറയുന്ന മഴയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. വളരെ വിദഗ്ധരും എല്ലാവരും മഴ കാരണം തന്നെയാണ് തീർച്ചയായിട്ടും ഉരുൾപൊട്ടലിന് മഴ എടുക്കാൻ. ഒന്ന് സമഗ്രമായി നോക്കിയാൽ എന്താണ് ഉണ്ടക്കയിൽ സംഭവിച്ചത്? എല്ലാവരും പറയുന്ന പോലെ തന്നെ മഴ നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൽ. വേറെ എല്ലാ ഫാക്ടറും വെച്ച് നോക്കുമ്പോൾ മഴയാണ് ഏറ്റവും പ്രധാനം. പക്ഷെ മഴ മാത്രമല്ല, അതിന് വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ജിയോളജി അല്ലെങ്കിൽ നമ്മുടെ പാറകളുടെ ഒരു ഘടനയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ കണ്ടുവരുന്ന പാറകൾ എന്ന് പറഞ്ഞാൽ പ്രീ കാംബ്രിയൻ ക്രിസ്റ്റലൈൻസ് നമുക്ക് പൊതുവെ പറയാം. പ്രീ കാംബ്രിയൻ ക്രിസ്റ്റലൈൻസ് എന്ന് പറയുന്നത് വളരെ പുരാതന കാലത്തുണ്ടായ പാറകളാണ്. അപ്പോൾ നമുക്ക് നല്ല ചൂടും നല്ല വെയിലും ഏറ്റ് ഈ പാറകൾക്ക് വെതറിങ് അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഇതിന്റെ പുറത്താണ് നമ്മൾ ഈ കാണുന്ന കൃഷി ചെയ്യുന്ന ഒക്കെ മേൽമണ്ണുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ മണ്ണിന് എന്തെങ്കിലും ആൾട്ടറേഷൻസോ അങ്ങനെ എന്തെങ്കിലും വരുത്തുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് മഴ പെയ്തിട്ട് ഈ വെള്ളം മണ്ണിലൂടെ ഈ പാറയിലേക്ക് എത്തുകയും ഈ മണ്ണിനും പാറയ്ക്കും ഇടയ്ക്ക് സാപ്പർലൈറ്റ് എന്ന് പറയുന്ന ഒരു ജെല്ലി ഫോമിലുള്ള ഒരു പാറയുണ്ട്. അത് വെള്ളത്തിനോട് കോണ്ടാക്ട് വരുന്ന സമയത്ത് അതൊരു ജെല്ല് പോലെ ആക്ട് ചെയ്യുകയും നമ്മൾ എപ്പോഴാണോ അധിക ജലം താഴേക്ക് വരുന്നത് അപ്പോൾ ഈ ഗുരുത്വാകർഷണ ബലമായിട്ട് ഇത് താഴേക്ക് വാഷ് ഔട്ട് ചെയ്ത് വരുന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ പൊതുവെ ഉരുൾപൊട്ടൽ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് മഴയാണ് പ്രധാന കാരണമെങ്കിൽ കൂടിയും ഒരു പ്രദേശത്തിന്റെ ചരിവ്, ആ ചരിവിന്റെ നീളം, ആ ചരിവിന്റെ ഘടന, അതിന്റെ ആകൃതി, പ്രത്യേകിച്ച് മോർഫോളജി എന്ന് പറയും. ഇപ്പോൾ സ്ലോപ്പുകൾ പല രീതിയിലുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺകേവ് സ്ലോപ്പ് ഉണ്ടാവും, കോൺവെക്സ് സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ കോൺകേവ് സ്ലോപ്പ് എന്ന് വെച്ചാൽ പൊതുവിൽ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന സ്ലോപ്പാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ മേളിൽ പെയ്യുന്ന മഴവെള്ളം എല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഒരു പോയിന്റിൽ കളക്ട് ചെയ്ത് അവിടെ ഒരു പോയിന്റിൽ അക്യൂമുലേറ്റ് ചെയ്യാൻ ഈ സ്ലോപ്പ് മോർഫോളജി സഹായിക്കും. അപ്പൊ അതിന്റെ ദൂഷ്യവശം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിട്ട് അവിടെ മഴവെള്ളം ഭൂമിയിലേക്ക് ഇരുന്നിറങ്ങുകയും ഓവർ സാച്ചുറേറ്റ് ആവുകയും പോർ വാട്ടർ പ്രഷർ എന്ന് പറയും. ഈ പോർ വാട്ടർ പെട്ടെന്ന് ഹൈ ആവുകയും അതിനുശേഷം അവിടെ നിന്ന് പൊട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കയിൽ സംഭവിച്ചത്. മുണ്ടക്കയിൽ 2018 രണ്ട് കുഞ്ഞു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 2020 കുറച്ച് വലിയൊരു ഉരുൾപൊട്ടൽ. അത് ശരിക്കും പറഞ്ഞാല് വയനാടിന്റെ ഉരുൾപൊട്ടൽ ചരിത്രം തുടങ്ങുന്ന 1924 ഏതാണ്ട് 300ഓളം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 1960 താരിയോട് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കേരളത്തിൽ ആദ്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ലാൻഡ് സ്ലൈഡ് അതാണ്. അതിനുശേഷം ഒരു വലിയ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് 1984 ജൂലൈ 1 മുണ്ടക്കൈ ഭാഗത്തുണ്ടായതാണ്. അരുണപ്പുഴ എന്ന് പറയുന്ന നദിയുടെ ഭാഗത്തായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം 2019 ഇപ്പൊ പൊട്ടിയതിന്റെ വലത് സൈഡിലായിട്ട് പുത്തുമല ഉണ്ടായി. അതിനുശേഷം ഇപ്പോ നമ്മുടെ പ്രസന്റ് മുണ്ടക്കൈ ചൂരൽമല ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പോ ഈ ഒരു പ്രതിഭാസം, ഈ ഒരു സ്ലോപ്പിന്റെ മോർഫോളജി എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള കോൺകേവ് സ്ലോപ്പ് ആയതുകൊണ്ടും നേരത്തെ തന്നെ അവിടെ ഉരുൾപൊട്ടുകയും ഈ 2020 ഉരുൾപൊട്ടിയ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് അടർന്നിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഗൂഗിൾ എർത്ത് പോലെയുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഇമേജറീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതൊന്ന് അടർന്നിരിക്കുന്നു. അത് ഈ പെയ്ത അതിശക്തമായ മഴയിൽ പെട്ടെന്ന് അടിച്ച് താഴേക്ക് വരികയും അതിനെ തുടർന്നുണ്ടായ ഒരു ഉരുൾപൊട്ടലാണ് ഇത്രയും നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. ഒരു സംശയിച്ചോട്ടെ, ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചതാണ്, മീഡിയയിൽ വന്നതാണ്. ഇപ്പൊ ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞു, അവിടെ കുറെ സംഘമൊക്കെ പോയി കുറെ പഠനമൊക്കെ നടത്തി. അതിന്റെ സംഘത്തിൻ്റെതായിട്ടല്ല വന്നത്, എന്നാൽ ഒരു ലാസ്റ്റ് ലൈനിൽ ഒരു വരി വന്നത് ഇനി 50 വർഷത്തേക്ക് ആ പ്രദേശത്ത്, ഉരുൾപൊട്ടിയ പ്രദേശത്ത് പേടിക്കാനില്ല, ഇനി ഉരുൾപൊട്ടൽ വരാൻ സാധ്യതയില്ല. എന്താണ് ഒരു നിരീക്ഷണം? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല.
ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താന്ന് വെച്ചാൽ ഇതേ സ്ലോപ്പിൽ ഈ ഇപ്പം ഉരുൾപൊട്ടി അതേ സ്ലോപ്പിൽ തന്നെ 2018 രണ്ട് കുഞ്ഞു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, 2020 താരതമ്യേന വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് 2 വർഷത്തിന്റെ ഇടയ്ക്ക് 3 ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയെന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം 2024 ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി. അപ്പോൾ പ്രത്യേകിച്ചും ഈ 50 വർഷത്തെ നമുക്ക് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്, അതിതീവ്ര മഴ വളരെ കൂടുതലായിട്ട് വളരെ അടുത്തടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി 50 വർഷത്തിൽ ഉരുൾപൊട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ യുഗത്തിലാണ് താമസിക്കുന്നത്. ഉരുൾപൊട്ടൽ പ്രവചിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഏത് എക്സ്റ്റെന്റ് വരെ നമുക്ക് പറ്റും? തീർച്ചയായിട്ടും ഉരുൾപൊട്ടൽ ഒരു 70 മുതൽ 80% ആക്യുറസി കൂടി നമുക്ക് പ്രവചിക്കാൻ പറ്റും. അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ജപ്പാനില്, ചൈനയില്, പിന്നെ ജപ്പാന്, ചൈന പറഞ്ഞപ്പോൾ അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ പഠനമൊക്കെ നടക്കുന്നുണ്ട്? താങ്കൾ അങ്ങനെ എന്നോടൊരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ എന്റെ ഒരു സമ്മർ സ്കൂൾ ചെയ്തത് ചൈനയിലെ ചെങ്ഡു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി എന്നായിരുന്നു. അപ്പൊ അവിടെ SKLGP സ്റ്റേറ്റ് കീ ലാബോറട്ടറി ഫോർ ജിയോ ഹസാർഡ് പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലാബോറട്ടറി ഉണ്ട്. അതായത് ചൈനയിലെ ഏറ്റവും ടോപ്പ് ലാബോറട്ടറി കൊടുക്കുന്ന ഈ പദവിയാണ് ഈ സ്റ്റേറ്റ് കീ ലാബോറട്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ ലാൻഡ് സ്ലൈഡിൽ ചൈനയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ലാബാണ്. അവിടെ ഒരു 20 ദിവസത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അവർ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു ലാൻഡ് സ്ലൈഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈസ്മിക് ഉണ്ട്, അതായത് ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ് സ്ലൈഡും കൂടെയാണ്. അപ്പോൾ അവര് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എന്ന് പറയപ്പെടുന്ന സ്ലോപ്പുകൾ നിരന്തരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അത് അവിടുത്തെ സോയിൽ മോയിസ്ചർ, സോയിലുള്ള വെള്ളത്തിന്റെ അളവ് അത് വ്യത്യസ്തമായ ആഴങ്ങളിൽ നിന്ന്, ഡിഫറെന്റ് ഡെപ്തിൽ നിന്ന് എടുത്ത് അത് റിയൽ ടൈം ആയിട്ട് റെയിൻഫോളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു 24/7 എന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവർ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഒരു 4 മണിക്കൂർ മുന്നേക്ക് ഇവാക്യുവേറ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭൂകമ്പം നമുക്ക് കുറച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. രണ്ടാമത്തത്, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടും പിന്നെ DGPS ബേസ്ഡ് ആയിട്ടും അവിടുത്തെ ലാൻഡ് സബ്സിഡൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇടിവ് ചെറുതായിട്ടെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അത് ഏത് ഡയറക്ഷനിലാണ് എന്നുപോലുള്ള 24/7 മോണിറ്ററിംഗ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു 70 to 80% ആക്യുറേറ്റ് അവർ പ്രിഡിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭൂകമ്പങ്ങൾ, പിന്നെ ഇപ്പൊ ജപ്പാൻ ഭൂകമ്പത്തിന്റെ ഒരു നാടാണല്ലോ, പക്ഷെ ഇപ്പൊ ഭൂകമ്പങ്ങൾ അവർ നന്നായിട്ട് പ്രിഡിക്ട് ചെയ്യുകയും ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യും, അലാറം സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നൊരു നാടാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒഡീഷ കാറ്റുമായി ബന്ധപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പൊ നമ്മൾ സാങ്കേതിക വിദ്യയെല്ലാം കൊണ്ടുവന്നിട്ട് ആളുകളെ മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിൽ എന്താ ഇതൊക്കെ നടക്കാത്തത്? കേരളത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത് സയന്റിഫിക് ആയിട്ടുള്ള, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കട്ടെ, ടെക്നിക്കലായി എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ? എന്തെങ്കിലും പഠനത്തിന്റെ കുറവാണോ, മാപ്പിന്റെ കുറവാണോ, അതോ കുറവ് മീൻസ് ആരും ചെയ്തില്ല എന്നല്ല, കുറ്റപ്പെടുത്താനല്ല, റിയൽ ഗ്യാപ്പ് എവിടെയാണ്? ശരിക്കും കേരളത്തിൽ നമ്മൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ 1980 മുതൽ തന്നെ വ്യത്യസ്തമായ ഏജൻസികൾ പഠനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ പഠനത്തിന്റെ ഒരു അപര്യാപ്തത ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്ന ജിയോ ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് കുറവാണ്. രണ്ടാമത്തേത് റിയൽ ടൈം മോണിറ്ററിംഗ് ആയിട്ട് നമ്മൾ അങ്ങനെ കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളെ നമ്മൾ അങ്ങനെ മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു അപര്യാപ്തതയാണ് കേരളത്തിൽ അപര്യാപ്തത. ഇനി നമ്മുടെ ക്ലൈമാറ്റ് ചേഞ്ചുമായിട്ട് ഇതിന്റെ ഒരു റിലേഷൻ എന്താണ്? ക്ലൈമാറ്റ് ചേഞ്ച് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ കേരളത്തിൽ ഈ ഉരുൾപൊട്ടലുകൾ ഇനി വർദ്ധിക്കുമോ, അത് ക്ലൈമാറ്റ് ചേഞ്ചുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമോ, അതോ ഇത് വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന? കാരണം പല വർഷങ്ങളിൽ വന്നതാണ്, 24 മുതൽ കണക്കാകും, പല വർഷങ്ങളിൽ വന്നതാണല്ലോ. ഇത് ഇടയ്ക്ക് വരുന്നതാണ്, അതിനകത്ത് നമ്മൾ അങ്ങനെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇത് ഫ്രീക്വന്റ് ആയിട്ട് വരുമോ? ശരിക്കും ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫിനോമിന തന്നെയാണ്. ഈ നാച്ചുറൽ ഫിനോമിന പല വർഷങ്ങളിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വളരെയധികം, ഇപ്പോൾ 2018 4000-ഓളം ലാൻഡ് സ്ലൈഡ് ഒക്കെ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ആക്സിലേറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ദ്രുതഗതിയിലാക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ചും അതിനോടനുബന്ധിച്ചുള്ള അതിതീവ്ര മഴ അഥവാ എക്സ്ട്രീം റെയിൻഫാൾ ഇവന്റ് എന്ന് പറയും. ഈ അതിതീവ്ര മഴ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഒത്തിരി മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയും അവിടെ ഇടിയാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഈ അതിതീവ്ര മഴ നമുക്ക് ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫാക്ടറാണ്, അത് ഉണ്ടാവുകയും ചെയ്യും. കവളപ്പാറയിലും പുത്തുമലയിലും പോയിരുന്നല്ലോ നിങ്ങൾ, എന്താണ് അവിടെ ആക്ച്വലി ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ഒരു സംഭവം? ഇപ്പൊ നമ്മള് മുണ്ടക്കൈ തന്നെ പോലെ തന്നെയാണ് പുത്തുമലയും കവളപ്പാറയും കുറച്ചും കൂടി ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു, ആൾക്കാരുടെ താമസമുള്ള ഏരിയ ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അവിടെ നമുക്ക് ചില സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഇളക്കിയിട്ടതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മലയുടെ തൊട്ടടിവാരത്ത് തന്നെ
നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് എന്ന് പറയുന്നത് വളരെ ചെറിയ തോടുകളുടെ സൈഡിലൊക്കെ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് അത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സമയത്ത് കാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട്. പുത്തുമലയിലും കവളപ്പാറയിലും ശരിക്കും അങ്ങനെ ഒരു കാഷ്വാലിറ്റി ആണ് സംഭവിച്ചത്. അപ്പൊ മലനിരകളെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പൊ ഇടുക്കിയിലും താങ്കൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെന്ന്. ഇടുക്കിയുടെ മല അപ്പൊ മൊത്തത്തിൽ ഒരു എത്ര പ്രദേശം വിസിറ്റ് ചെയ്ത് കാണും? ഞാൻ ശരിക്കും പറഞ്ഞാൽ 2018 മഹാപ്രളയത്തിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 40-45 ദിവസം ഫീൽഡ് വർക്ക് ആയിരുന്നു. ഏതാണ്ട് ഒരു 3000-ഓളം ലാൻഡ് സ്ലൈഡ്, അതങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങനെ കൊല്ലം വരെ, കൊല്ലം ട്രിവാൻഡ്രത്തിന്റെ ആ പൊന്മുടി ഭാഗത്തൊക്കെ വളരെ കുഞ്ഞു ലാൻഡ് സ്ലൈഡ് വരയ്ക്കും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ അത്തരം ലാൻഡ് സ്ലൈഡ്. പിന്നെ ഈ ഇടയ്ക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കുഫോസിൽ നിന്ന് ഒരു പഠനം നടത്തി, കേരളത്തിന്റെ ലാൻഡ് സ്ലൈഡ് ഏരിയയെ സംബന്ധിച്ച ഒരു പഠനം, അതിന്റെ ചില ഒബ്സർവ് അത് പത്രത്തിൽ വന്നതാണല്ലോ, പുറത്ത് വന്ന കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു പഠനം. ഒരു സ്റ്റേറ്റ് മൊത്തത്തിൽ എടുത്ത് വളരെ ഹൈ റെസൊല്യൂഷൻ 30 മീറ്റർ ആയിട്ട് ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ AI ബേസ്ഡ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയും, ഡീപ്പ് ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്ക്, വളരെ ആഴത്തിലായിട്ട് നമ്മുടെ ഡേറ്റയും നമ്മുടെ ലാൻഡ് സ്ലൈഡിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു അൽഗോരിതമാണത്. അപ്പോൾ അങ്ങനെ ഒരു അൽഗോരിതം വെച്ചുകൊണ്ട് നമ്മൾ കേരളത്തിന് മൊത്തത്തിൽ ഒരു ഉരുൾപൊട്ടൽ സാധ്യത മാപ്പ് അഥവാ ഭൂപടം ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏതാണ്ട് 13% അതിതീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളാണ്. ഇതിലൊരു 3 മുതൽ 3.46% 2018 മഹാപ്രളയത്തിന് ശേഷം കൂടിയതാണ്. ഈ മഹാപ്രളയം അല്ലെങ്കിൽ അതിതീവ്ര മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ 20 ഡിഗ്രിയിൽ തന്നെ വേണമെന്നില്ല ചിലപ്പോൾ ഉരുൾപൊട്ടാൻ. അതിന് താഴേക്കും ഇപ്പൊ നമ്മുടെ അവൈലബിൾ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 15 ഡിഗ്രി സ്ലോപ്പുകളിലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേരളത്തിലൊരു ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ 2018 ശേഷം വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ പഠനം പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മലനിരകൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘാട്ട് മലനിരകൾ എത്ര കണ്ടിനി നമുക്ക് സേഫ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയും? വെസ്റ്റേൺ ഘട്ട്സ് മലനിരകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കേരള ഭാഗത്താണ്. ഇപ്പൊ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു, പക്ഷെ മനുഷ്യവാസം കുറവായതുകൊണ്ട് വാർത്തയാകുന്നില്ല. ഇപ്പൊ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായി, പക്ഷെ വിലങ്ങാടിന്റെ ആർക്കും അത്ര ഹിറ്റ് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുപാട് മരിച്ചില്ലല്ലോ, മാറിയല്ലോ. പക്ഷെ ഇവിടെ മരിച്ചു പോയത് കൊണ്ടാണ് ഇത്രയും നമുക്ക് വലിയ വാർത്തയായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു സെൻസിറ്റീവ് ആവുകയാണോ ഈ പ്രദേശങ്ങളൊക്കെ? കേരളം പോലെ തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈ റേഞ്ചുകളെല്ലാം തന്നെ കുറച്ചധികം ജനവാസ ആയിട്ടുള്ള മേഖലകളാണ്. അപ്പോൾ ഒരു ചെറിയ ഉരുൾപൊട്ടൽ പോലും കുറച്ചധികം ആൾക്കാർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ചും ഈ ഹൈ റേഞ്ച് മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഒരു കൃത്യമായ അലർട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് അത്യന്താപേക്ഷിത വിഷയമാണ്, പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലെയുള്ള നമുക്ക് കൂടുതൽ ആൾക്കാർ കിടക്കുന്ന ഹൈ റേഞ്ചിലാണ്. അപ്പൊ ഹൈ റേഞ്ചിന് വേണ്ടി ഒരു എഫോർട്ട് എടുത്തുകൊണ്ട് ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമുക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പ്രവചനം സാധ്യമാണ്. ഒരുപാട് ഏജൻസികൾ ചെയ്യുന്നുണ്ട്. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനകത്തേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ഭാരതത്തിലും കേരളത്തിലും ഇത്തരം ഉരുൾപൊട്ടലുകൾ പ്രവചിക്കുവാനും ആളുകളെ കൂടുതൽ രക്ഷിക്കുവാനും കഴിയുമെന്ന് വിശ്വസിക്കാം. ഇത്രയും സമയം നമുക്ക് ചെലവഴിച്ചു തന്നതിന് അച്ഛന് പ്രത്യേകം നന്ദി.